ദൈവം തമ്പുരാൻ 10 കൽപ്പന തന്നതിന് ശേഷം നമ്മുടെ എളുപ്പത്തിന് വേണ്ടി അത് 2 കൽപ്പനയായിട്ട് ചുരുക്കി. പക്ഷേ ഈ രൂപതയുടെ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി 4 കൽപ്പനകളിലാണ് ജോർജ് മടത്തിക്കണ്ടം പിതാവ് കൽപ്പനകൾ ഒതുക്കിയിരിക്കുന്നത്. ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 4നെയും കുറിച്ച് ചെറുതായി തുടർന്ന് പരാമർശിച്ച് ഞാൻ പിൻവാങ്ങിക്കൊള്ളാം. ദീർഘമായിട്ട് പ്രസംഗിച്ച് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുകയില്ല. നമ്മുടെ മാതൃക നൽകിക്കൊണ്ട് തട്ടിൽ പിതാവ് പ്രസംഗിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ദീർഘിപ്പിച്ചാൽ അതൊരു അവിവേകമാകുമെന്ന് എനിക്കറിയാം. ഇതുവരെ ആളുകൾ നല്ല കാര്യങ്ങളാണ് കൂടുതൽ എന്നെപ്പറ്റി പറയുന്നത്. അപ്പോൾ അതിനൊരു കുറവ് വരുത്തേണ്ട എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 4 കാര്യങ്ങളിൽ ഒന്നാമത്തത് കോതമംഗലം രൂപതയുടെ സപ്തതിയാണ്. അഭിവന്യ മാത്യു പോത്തനാമ്പുഴി പിതാവിൻ്റെ ആ പ്രധാന അജപാലക ശുശ്രൂഷയ്ക്ക് ശേഷം ആയിരുന്നു അഭിവന്യ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് ഇവിടെ പ്രധാന അജപാലകൻ എന്നുള്ള നിലയിൽ നിയോഗിക്കപ്പെട്ടത്. പോത്തനാമ്പുഴി പിതാവിൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷയെക്കുറിച്ച് എനിക്ക് കുഞ്ഞുനാൾ മുതലേ അറിയാം. ഞാൻ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ ആ കാലത്താണ് പുതിയ രൂപത കോതമംഗലം സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ പരീക്ഷാ പേപ്പറിൽ എഴുതിയതാണ് പിതാവിൻ്റെ പേര് കോതമംഗലം രൂപതയുടെ മെത്രാൻ. അന്ന് പ്രധാനപ്പെട്ട 3-4 പിതാക്കന്മാരിൽ ശേഷം ഉണ്ടായ പിതാക്കന്മാരിൽ പ്രധാനിയാണ് മാത്യു പോത്തനാമ്പുഴി പിതാവ്. പിതാവ് നല്ല അടിത്തറ ഈ രൂപതയ്ക്ക് ഇട്ടു. അതിൽ പണിയാനുള്ള ഭാഗ്യമാണ് ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന് ലഭിച്ചത്. ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് ഈ രൂപതയെ അതേ ശൈലിയിൽ വളർത്തിക്കൊണ്ടുവന്നു. ആ വളർച്ച എത്രമാത്രം വ്യാപകമായിരുന്നുവെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞാൽ അത് കൊല്ലക്കുടിയിൽ സൂചിപ്പിക്കുന്നതിന് തുല്യമാണ്. ഞാൻ പിതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ, സിസ്റ്റേഴ്സിനോട് സംസാരിക്കുമ്പോൾ, വിജയ് ജോബ് സാറിനെ പോലെയുള്ള ഇവിടുത്തെ ആത്മായ പ്രമുഖരോട് സംസാരിക്കുമ്പോഴെല്ലാം അവർ പറയുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പുന്നക്കോട്ടിൽ പിതാവ് ഈ രൂപതയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു പ്രധാന അജപാലകനാണ്, മേൽപ്പെട്ടക്കാരൻ. അദ്ദേഹം ഇവിടുത്തെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടി, അതുപോലെ തന്നെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ കാര്യങ്ങളിൽ ആളുകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള കാര്യത്തിൽ, ഇടുക്കി പ്രദേശത്തുള്ള ജനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒക്കെ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ രൂപതയിൽ നിന്ന് ജീപ്പിൽ ഇടുക്കിയിൽ പോയി തിരിച്ചു വരുന്ന പിതാവിനെ ഞാൻ ഒരിക്കൽ ഈ രൂപതയുടെ ആസ്ഥാനത്ത് വെച്ച് കണ്ടു. പിതാവ് ക്ഷീണിതനായിട്ട് ഇറങ്ങി വരുന്നു. അങ്ങ് ദൂരെയുള്ള ഏതോ ഒരു പള്ളിയിൽ നിന്നാണ് പിതാവ് വന്നിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ പിതാവിൻ്റെ പരിശ്രമം കൊണ്ടാണ് വാസ്തവത്തിൽ ഇവിടെ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് പിതാവ് പറഞ്ഞതുപോലെ ഇടുക്കി രൂപത സംജാതമായത്. അവിടെ ഇതിനകം തന്നെ 2 പിതാക്കന്മാരായി, ഇവിടെ 3-ാമത്തെ ആളാണ് ഭരണം നടത്തുന്നത്. അപ്പോഴങ്ങനെയുള്ള ആ രൂപതയുടെ രൂപവൽക്കരണത്തിനും അതിൻ്റെ വളർച്ചയ്ക്കുമൊക്കെ പിതാവ് ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. പെട്ടെന്ന് രൂപത വരുന്നെന്നറിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ഒരു പാസ്റ്ററൽ സെൻറ്റർ അടിമാലിയിൽ ഉടനടി രൂപവൽക്കരിക്കാനായിട്ട് പിതാവ് കാണിച്ച വ്യഗ്രത ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോഴങ്ങനെയുള്ള ആ വളർച്ചയ്ക്ക് ഈ രൂപതയിൽ പിതാവ് സ്ഥാനം കൊടുത്തു. പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാധിച്ചു, എഞ്ചിനീയറിംഗ് കോളേജ് പോലെയുള്ളത്. അതുപോലെ തന്നെ വൈദികരുടെയും സമർപ്പിതരുടേതുമായ പരിശീലനത്തിൽ പിതാവ് ശ്രദ്ധ വെച്ചു. സഭയുടെ ആരാധനയുടെ കാര്യത്തിൽ പിതാവിന് നല്ല നിഷ്കർഷയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ പിതാവ് വളരെയേറെ സഭാപരമായ വീക്ഷണത്തോടും അതുപോലെ തന്നെ ആധികാരികമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളോടും കൂടെ സംബന്ധിച്ചിരുന്നത് ഞാൻ മനസ്സിലാക്കുകയാണ്. പിതാവ് തൻ്റെ അധ്യാപന കാലം മുതൽ, അത് നിങ്ങൾക്കറിയാവുന്നതുപോലെ വടവാതൂർ സെമിനാരിയിലായിരുന്നു. ബൈബിൾ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റുള്ള പിതാവ് ആ വിഷയമാണ് അവിടെ കൈകാര്യം ചെയ്തിരുന്നത്. അന്ന് തന്നെ 3-4 ഗ്രന്ഥങ്ങൾ പിതാവ് പ്രസിദ്ധീകരിച്ചു. പിന്നീടാണ് സുവിശേഷങ്ങളുടെ വ്യാഖ്യാനങ്ങൾ, ശ്ലീഹന്മാരുടെ ലേഖനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ഒക്കെ പിതാവ് പ്രസിദ്ധീകരിച്ചത്.
ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അവധിക്ക് തൊട്ട് മുമ്പ് പൗലോസ്ലീഹായുടെ ഒരു ലേഖനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം പിതാവ് പ്രസിദ്ധീകരിച്ചു. ഒരിക്കലും അലസനാകാതെ എപ്പോഴും കർമ്മനിരതനായിട്ട് അത് സഭയുടേതായിട്ടുള്ള ദർശനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പിതാവാണ് ജോർജ് പുന്നക്കോട്ടിൽ പിതാവ്. ഞാൻ വൈദികനായിരുന്നപ്പോഴും അതിനു ശേഷം തക്കലയിലെ മെത്രാനായിരുന്നപ്പോഴും പിന്നെ മേജർ ആർച്ച് ബിഷപ്പ് ശുശ്രൂഷ ചെയ്തിരുന്ന കാലത്തുമെല്ലാം എനിക്കൊരു മാർഗദർശിയും ഉത്തമ മാതൃകയുമായിരുന്നു ജോർജ് പുന്നക്കോട്ടിൽ പിതാവെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിതാവ് സഭയുടെ തലത്തിൽ സിനഡിലെ ഒരു സജീവ അംഗമായിരുന്നു. എന്ന് വെച്ചാൽ സിനഡിൽ പിതാവിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാതെ പല കാര്യങ്ങളിലും അന്തിമ തീരുമാനം എടുക്കുമായിരുന്നില്ല. അതുപോലെ തന്നെ പിതാവ് KCBCയിലെ ബൈബിൾ കമ്മീഷൻ്റെ ദീർഘകാല പ്രസിഡൻ്റായിരുന്നു. മറ്റൊരാളെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് 5 or 6 പ്രാവശ്യം ചെയർമാനായിട്ട് പ്രവർത്തിച്ച ആളാണ് ജോർജ് പുന്നക്കോട്ടിൽ പിതാവ്. അതുപോലെ തന്നെ CBC തലത്തിലും ബൈബിൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ മറ്റ് പല ബൈബിൾ പണ്ഡിതന്മാരുണ്ടെങ്കിലും ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെയാണ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് പോലെയുള്ള ആളുകളെ കൺസൾട്ട് ചെയ്തിരുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷകളിൽ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെയാണ് ബൈബിൾ വിഷയങ്ങളിലും സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെ കാര്യങ്ങളിലും ആലോചനകൾ ചെയ്തിരുന്നത്. പിതാവ് നൽകുന്ന വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ എനിക്ക് വളരെയേറെ ഉപകരിച്ചെന്ന് മാത്രമല്ല സഭയ്ക്കും ഉപകരിച്ചു എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ സഭയുടെ സങ്കീർത്തനങ്ങളുടെ തർജ്ജിമ, നമ്മുടെ സഭയുടെ യാമപ്രാർത്ഥനകളുടെ രൂപവൽക്കരണം, നമ്മുടെ സഭയുടേതായിട്ടുള്ള ബൈബിൾ പോസ്റ്റ്ലേറ്റ്, ഇവയിലെല്ലാം പിതാവ് നേതൃത്വം കൊടുത്ത് നമ്മളെ സഹായിച്ചു. ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മറ്റു പിതാക്കന്മാർ പറയും, പുന്നക്കോട്ടിൽ പിതാവ് എന്ത് പറയുന്നു? പിതാവ് ഉടനടി ഉത്തരങ്ങൾ നൽകും. ചിലപ്പോൾ പറയും, അടുത്ത സെഷനിൽ ഞാൻ പറയാം. വരുന്നത് ഒരു കെട്ട് ഗ്രന്ഥങ്ങളുമായിട്ടാണ്. അതുകൊണ്ടുവന്ന് സമർത്ഥിച്ച് ഞങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ പെട്ടെന്ന് പറയാമെന്ന് പറഞ്ഞെങ്കിലും അങ്ങ് നീണ്ടു പോകുന്നതാണ്. കാരണം അതുപോലെ വളരെയേറെ വ്യാപകമായ ഒരു ശുശ്രൂഷ നടത്തിയ ആളാണ് പിതാവ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിതാവിനെ ഒരു കാലത്തും സഭയ്ക്ക് മറക്കാനാവില്ല. സിറോ മലബാർ സഭ മാത്രമല്ല, ഭാരതത്തിലെ സഭയ്ക്കും പിതാവിനെ മറക്കാൻ സാധിക്കുകയില്ല. പിതാവ് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നൽകിയ സംഭാവനകളെല്ലാം ആരെങ്കിലും പിതാവ് വ്യക്തമായിട്ട് കുറിച്ച് വെക്കുകയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും മുൻകൈയെടുത്ത് അദ്ദേഹത്തിൻ്റെ ഈ നവതിയുടെ കാലത്ത് തന്നെ ചെന്ന് ചർച്ച ചെയ്ത് അത് രേഖപ്പെടുത്തി വെക്കണമെന്ന് ഈ കോതമംഗലം രൂപതയിലെ വിശിഷ്ട വ്യക്തികളോട്, പയസ് മലയാക്കണ്ടത്തിലൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഉള്ളവരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം സഭയുടെ ചരിത്രം രൂപപ്പെടുത്തുന്നതിൽ പയസ് മലയാക്കണ്ടത്തിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പല സെഷൻസിൽ പ്രവർത്തിച്ചതും ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചതും ഞാൻ അറിയുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ നമ്മുടെ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിൻ്റെ ഒരു ചരിത്ര ഗ്രന്ഥം നമ്മൾ ഈ അതിരൂപതയ്ക്ക് വേണ്ടി മാത്രമല്ല സിറോ മലബാർ സഭയ്ക്കും ഭാരതത്തിലെ സഭയ്ക്കും വേണ്ടി സംഭാവന ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ടുള്ളത്, രൂപതയുടെയും പിതാവിൻ്റെയും കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇപ്പോഴത്തെ പിതാവ് ജോർജ് മടത്തിക്കണ്ടം പിതാവിൻ്റെ സപ്തതിയാണ്. ഈ രൂപത സംജാതമായ ആ വർഷത്തിൽ പുറപ്പുഴ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ കുഞ്ഞാണ് ഇവിടെ സുസ്മേരവദനായി അരക്കെട്ടും കെട്ടി ഇരിക്കുന്നത്. രൂപതയോടൊപ്പം ഭൂജാതനായ നമ്മുടെ അഭിമന്യ ജോർജ് മർത്തിക്കണ്ടം പിതാവിന് എൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും എന്നെപ്പോലെ വിരമിച്ച മെത്രാന്മാരുടെ പേരിലും ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. പിന്നെ പിതാവിനെ അങ്ങനെ ഞാൻ ഒതുക്കുകയാണ്, കൂടുതലൊന്നും പറയാം. ഇനി നവതി വരുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരാം. ഇന്ന് ഞാൻ 101 വയസ്സായ ഒരു അപ്പച്ചൻ്റെ ജന്മവാർഷികവും അതിനുവേണ്ടിയുള്ള കുർബാനയും പൊതുസമ്മേളനവും എല്ലാം സംബന്ധിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം അഭിമാനം കൊള്ളുകയാണ്. എന്നേക്കാൾ സ്പീഡിലാണ് നടപ്പ്. അതുപോലെ തന്നെ മുണ്ട് മടക്കി കുത്തിയാണ്
എപ്പോഴും സ്റ്റേജിൽ പോലും വന്നിട്ട് മുണ്ടും മടക്കി കുത്തി. അപ്പോഴേക്ക് ഞാൻ പറഞ്ഞു, ഇവിടെ നമുക്ക് മടക്കി കുത്താൻ പാടില്ല, എന്നാൽ താഴെ കിടക്കട്ടെന്ന് പറഞ്ഞു. അപ്പോഴങ്ങനെയുള്ള ഒരു വല്യപ്പച്ചൻ്റെ ജന്മം. ഇതിന് അടുത്ത കാലത്താണല്ലോ നമ്മളെ പള്ളിക്കാപ്പറമ്പ് പിതാവിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കും. അത് 100 തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് 100 കഴിഞ്ഞ് 101 പ്രവേശിച്ച ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ആലാരൂപതയിൽ ഇതൊന്നും ഒരു പുതുമയല്ല. അവിടെ 100, 101, 103 ഒക്കെ ആയിട്ട് ആളുകൾ ഇരിപ്പുണ്ട്. കോതമംഗലവും അങ്ങനെ ആ പാരമ്പര്യം തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പള്ളിക്കാപ്പറമ്പിൽ പിതാവ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രായം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ കാരണം ചെയ്ത തെറ്റുകൾക്കെല്ലാം പരിഹാരം ചെയ്യാൻ ദൈവം അവസരം കൊടുക്കുന്നതാണെന്ന്. അവസാനം അദ്ദേഹം പറഞ്ഞു, ഇനിയും ചിലതിനൊക്കെ പരിഹാരം ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാനായിട്ട് ഞാൻ തയ്യാറാണെന്നുള്ള വിവരം സ്റ്റേജിൽ വെച്ച് ദൈവത്തെ അറിയിച്ചു. അപ്പോഴങ്ങനെയുള്ള ഒരു ആശംസയാണ് എനിക്കും ഇവിടെ സപ്തതി ആഘോഷിക്കുന്നവരോട് പറയാനുള്ളത്. മൈൻസിലെ പിതാവ് ജോഷി പൊട്ടക്കൽ, ആ പൊട്ടക്കൽ പിതാവിൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ ഓർത്തിനിയും ഈ വീട്ടുപേരിൽ എറണാകുളം അതിരൂപതയിൽ അച്ഛന്മാരുണ്ട്, ആ കുടുംബം വല്ലതും ആണോ എന്ന്. പിന്നീടുള്ള ഗവേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായി, ഇല്ലില്ല, അദ്ദേഹം ഈ കോതമംഗലം രൂപതയിൽപ്പെട്ടയാളാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ നമ്മുടെ മടത്തിക്കണ്ടം പിതാവിനോട് ചോദിച്ചു, ഈ പിതാവിൻ്റെ ഇടവക ഏതാണ്? മീൻകുന്നമാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ മീൻകുന്നം വഴിയാണ് ഈ കോതമംഗലത്ത് വന്നത്. അപ്പോൾ അവിടെ മീൻകുന്നം പള്ളിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് പിയത്തായുടെ രൂപമാണ്. അപ്പോൾ വ്യാകുല മാതാവ് ഈശോയെ മടിയിൽ കിടത്തിയിരിക്കുന്ന രൂപം. അല്ല, പിതാവിന് ഞാനൊരു സൂചന നൽകുകയല്ലോ കേട്ടോ. പിതാവ് മൈൻസിൽ വളരെയേറെ അംഗീകാരം നേടിയ ഒരു വൈദികനായിരുന്നു. ഓക്കാം, ഓർഡർ ഓഫ് കാർമലൈൻസിൻ്റെ ഒരു വലിയ പണ്ഡിതനായ വൈദികൻ. അവിടെ ദീർഘകാലം ശുശ്രൂഷ ചെയ്തു. വൈദികർക്കെല്ലാം കണ്ണിലുണ്ണിയായിരുന്നു. വൈദികർക്ക് കണ്ണിലുണ്ണിയാകാതെ ഒരാൾക്ക് മെത്രാനൊന്നും ആകാൻ പറ്റുകയില്ല. കാരണം വൈദികരാണ് പലപ്പോഴും കണ്ണിൽപ്പെടാത്ത കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിൻ്റെ തലത്തിൽ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോഴേ അങ്ങനെയുള്ള ഒന്നുമില്ലാതെ ഈ പിതാവ്, ഞാൻ ഓർക്കുകയാണ്, മടത്തിക്കണ്ടത്തിൽ പിതാവ് മെത്രാനായ കാലത്ത് ഇവിടെ നിന്ന് വൈദികരുടെ തലത്തിൽ നിന്നും സമർപ്പിതരുടെ തലത്തിൽ നിന്നും അൽമായരായിട്ടുള്ളവരുടെ തലത്തിൽ നിന്നും ഒക്കെ നിരന്തരമായ അഭ്യർത്ഥനകളെ ജോർജ് മടത്തിക്കണ്ടത്തെ പിതാവിനെ പിതാവാക്കണമെന്നും പറഞ്ഞു. ഞാനൊന്നും ആരോടും മിണ്ടിയില്ല. ഏതായാലും സിനഡ് തിരഞ്ഞെടുത്തു. അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു. അങ്ങനെ ആളിവിടെ നമ്മോടൊപ്പം സന്നിഹിതനായിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെയാണ് മൈൻസിൽ സംഭവിച്ചത്. അതുകൊണ്ട് നാം ഓർത്തിരിക്കുക, അദ്ദേഹം എത്രമാത്രം അഭിസമ്മതനാണ്. അവിടെ ജർമ്മനിയിലെ മൈൻസ് എന്ന അതിരൂപതയിലെന്ന് നമ്മൾ ഓർത്തിരിക്കുക. പിതാവ് വൈദികനായിരുന്നപ്പോൾ ചെയ്ത ശുശ്രൂഷ അംഗീകാരം, കാരണം ഇത് ദൈവം തന്നെ കൊടുക്കുന്ന ഒരു അംഗീകാരമാണെന്ന് നമുക്കറിയാം. പക്ഷേ ദൈവം ഈ അംഗീകാരം കോതമംഗലം രൂപതയിൽ നിന്നല്ല, നമ്മുടെ സീറോ മലബാർ സഭയിൽ നിന്നല്ല, ഭാരതത്തിലെ സഭയിൽ നിന്ന് തന്നെ ഒരു പിതാവിന് കൊടുക്കുന്ന, യൂറോപ്പിൽ കൊടുക്കുന്ന അംഗീകാരം ഇതാദ്യമായിട്ടാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. കാരണം എന്നോട് മടത്തിക്കണ്ടത്തി പിതാവ് പറഞ്ഞു, ഈ രൂപതയിൽ നിന്നുള്ള വൈദികരെ 973 പേര് മറ്റ് രൂപതകളിൽ ഭാരതത്തിലും പുറത്തുമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. 973 പേര്. പിതാവ് കണക്ക് കൂട്ടിയത് തെറ്റിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ചങ്ങനാശ്ശേരിയിൽ ഒരിക്കൽ പടിയർ പിതാവിൻ്റെ കാലത്ത് അവിടുത്തെ ബുക്ക് സ്റ്റോളിൽ ഒരാളെ നിയമിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പ്രൊക്കുറേറ്റർ പറഞ്ഞു വിട്ടു. അപ്പം പിതാവ് ചോദിച്ചു, അതിനാച്ചാ അങ്ങനെ ചെയ്തത്? 2 ആഴ്ചയല്ലേ ആയുള്ളൂ. അപ്പോഴേക്ക് അദ്ദേഹം പ്രൊക്കുറേറ്റർ പിതാവിനോട് പറയാണ്, പിതാവേ, അദ്ദേഹം കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് ശിഷ്ടം കൂട്ടുകയില്ല. ഇനി അങ്ങനെ വല്ലതും ഇതിൽ സംഭവിച്ചോ എന്ന്. ഏതായാലും ഇപ്രകാരം ഇത്രയേറെ വൈദികർ പുറത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള ഒരു നിരയിൽ വൈദികരെ മെത്രാന്മാരായിട്ട് നിയമിക്കപ്പെട്ടതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ താഴെ ഇരിക്കുന്നവരോട് ഞങ്ങൾ പറയാണ്, നിങ്ങളൊക്കെ ഇവിടെ ഇന്ത്യയിൽ പ്രവർത്തിച്ചാൽ മതി എന്നാണ് ദേവന്തപ്പനാൻ പറഞ്ഞിരിക്കുന്നത്. ഈറ്റാനഗറിലും പിന്നെ പറഞ്ഞാൽ നാക്കുളുക്കുന്ന ബോങ് ഗൊഗോയി രൂപതയിലും ഇൻഡോർ രൂപതയിലും ഒക്കെ മതിയെന്ന്.
ഇത് പിന്നെ കൊടകല്ലി പിതാവ് നമ്മുടെ സ്വന്തമാണല്ലോ. അപ്പോൾ ഏതായാലും നിങ്ങളൊക്കെ ഇവിടെ മതി, അദ്ദേഹം മൈൻസിൽ ആകട്ടെ. അങ്ങനെ ഈ സഭയുടെ പ്രശസ്തി, ഭാരതത്തിൻ്റെ പ്രശസ്തി ജർമ്മനിയിലും അറിയപ്പെടട്ടെ എന്ന് ദൈവം ആഗ്രഹിച്ചു. ഞാൻ വാസ്തവത്തിൽ വ്യക്തിപരമായിട്ട് വളരെയേറെ സന്തോഷിച്ച ഒരു സംഭവമാണത്. എൻ്റെ 4 പോയിൻ്റ് തീർന്നു, ഞാൻ നിർത്തുകയാണ്.